Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone, welcome back to the video tutorial. In the last video, we dealt the textual activities of the last lesson. Today, we are starting a new lesson and the lesson named Climate Change is not hysteria, it's a fact. This is neither a story nor a poetry, but the lesson is a speech of well-known American actor Leonardo DiCaprio, and the author or the speaker had done a speech on UN Climate Summit in 2014, and later it turned to the lesson of 9th standard. First we can check what should be the meaning of the title, then about the author. So without wasting the time, let's roll on. Climate change is not hysteria, it's a fact. About the author, Leonardo Willem DiCaprio, born on November 11, 1974. 1974 നവംബർ 11 ലിയനാർഡോ ഡിക്കാപ്രിയോ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ അമേരിക്കൻ ആക്ടറുടെ ജനനം. ഈസ് ആൻ അമേരിക്കൻ ആക്ടർ, പ്രൊഡ്യൂസർ, ദ ഫൗണ്ടർ ഓഫ് ലിയനാർഡോ ഡിക്കാപ്രിയോ ഫൗണ്ടേഷൻ. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായ ആക്ടറാണ്, അതോടൊപ്പം തന്നെ ഫിലിം പ്രൊഡ്യൂസറാണ്, അതോടൊപ്പം ലിയനാർഡോ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകനാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ലോകത്തിലെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബോധവൽക്കരിക്കുന്ന ഒരു സംഘടനയായിരുന്നു ലിയനാർഡോ ഡിക്കാപ്രിയോ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന. ആൻഡ് എ UN മെസ്സഞ്ചർ ഓഫ് പീസ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഉത്ബോധനം നടത്തുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ UNൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ലിയനാർഡോ ഡിക്കാപ്രിയോ എന്ന ഈ അഭിനേതാവ്. He gained public recognition with leading roles in drama and films before achieving international fame with James Cameron's epic romance Titanic 1997. 1997 പുറത്തിറങ്ങിയ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ, ജെയിംസ് കാമറൂൺ ആയിരുന്നു അതിൻ്റെ സംവിധായകൻ. ആ സിനിമയിലൂടെയായിരുന്നു ഈ ലോകം മൊത്തം ഡിക്കാപ്രിയോ എന്ന നടനെ തിരിച്ചറിഞ്ഞത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഒരു പബ്ലിക് റെക്കഗ്നീഷൻ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അദ്ദേഹം അതിനു മുൻപ് അഭിനയിച്ച സിനിമകളിലൂടെ, നാടകങ്ങളിലൂടെ ഒക്കെ അദ്ദേഹത്തിനെ ലോകം അറിഞ്ഞിട്ടുണ്ട്. ഹീ ഈസ് ഓൾസോ എ കമ്മിറ്റഡ് എൻവയോൺമെൻ്റലിസ്റ്റ്. അദ്ദേഹം ഒരു പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് എന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. Leonardo DiCaprio was born on 1974 November 11 and he is an American actor, producer, and he founded an organization named Leonardo DiCaprio Foundation. And he got lots of public recognition through his dramas and movies, and especially he got a special recognition through the romantic epic movie called Titanic, which released on 1997. And he is an environmentalist. Moreover than he is one of the brand ambassador of the climate change activities in UN. Climate change is not hysteria, it's a fact. ഈ ഒരു ടൈറ്റിലിൻ്റെ അർത്ഥതലങ്ങൾ എന്ന് പറയുന്നത്, ഹിസ്റ്റീരിയ എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് അപസ്മാരം, ഉന്മാദം തുടങ്ങിയ അർത്ഥതലങ്ങളിലാണ്. എന്നാൽ ഇവിടെ ഹിസ്റ്റീരിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അൺകൺട്രോളബിൾ ഇമോഷൻസ് ലൈക്ക് പാനിക് ഓഫ് ഫിയർ എന്ന ഉദ്ദേശത്തിൽ, അതായത് ഭയപ്പാടിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു ഭയപ്പാടല്ല, പകരം അതൊരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ അർത്ഥം. താങ്ക് യു മിസ്റ്റർ സെക്രട്ടറി ജനറൽ, യുവർ എക്സലൻസീസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഗസ്റ്റ്. ഇതൊരു ഔപചാരികമായിട്ടുള്ള സ്പീച്ചാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഫോർമാലിറ്റി ഇവിടെ കാണാൻ വേണ്ടി കഴിയും. തുടക്കത്തിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഡിക്കാപ്രിയോ തൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. മിസ്റ്റർ സെക്രട്ടറി ജനറൽ, UNൻ്റെ സെക്രട്ടറി ജനറലിന്, അതോടൊപ്പം തന്നെ യുവർ എക്സലൻസീസ്, അവിടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആ ഓഡിയൻസ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും അഡ്രസ്സ് ചെയ്യുന്നു, ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഗസ്റ്റ്, അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു. ഐ എം ഓണർഡ് ടു ബി ഹിയർ ടുഡേ. അദ്ദേഹം അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്കിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഞാൻ ബഹുമാനിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. I stand before you not as an expert but as a concerned citizen. ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട്
കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു എക്സ്പേർട്ടായിട്ടല്ല, പകരം സാധാരണ ജനങ്ങളെപ്പോലെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഭയപ്പാടോടുകൂടി കാണുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠയോടുകൂടി കാണുന്ന സാധാരണ പൗരനായിട്ടാണ്. One of the 400,000 people who marched in the streets of New York on Sunday. 4 ലക്ഷത്തിൽ പരം ജനങ്ങൾ ന്യൂയോർക്ക് നഗരത്തിലൂടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നടത്തിയ ആ ഒരു ജാഥയിലെ ഒരു വ്യക്തിയെപ്പോലെ, ആൻഡ് ദ ബില്യൺസ് ഓഫ് അതേഴ്സ് അറൗണ്ട് ദ വേൾഡ് ഹു വാണ്ട് ടു സോൾവ് അവർ ക്ലൈമറ്റ് ക്രൈസിസ്. അതുപോലെ തന്നെ കോടിക്കണക്കിന് വരുന്ന ഈ ലോകത്തിലെ ജനങ്ങൾ ആരൊക്കെയാണോ ഈ കാലാവസ്ഥാ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ജനങ്ങളുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, അദ്ദേഹം ഈ പ്രസംഗം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത് വളരെ ഫോർമലായിട്ടാണ്. അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, ഞാനൊരു എക്സ്പേർട്ട് ആയതുകൊണ്ടല്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്, പകരം ഈ ഒരു കാര്യത്തെക്കുറിച്ച് സാധാരണ ജനങ്ങളെപ്പോലെ തന്നെ എനിക്കും അതിൻ്റേതായ ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെയുണ്ട്. അങ്ങനെ ആകാംക്ഷയും ഉത്കണ്ഠയുമൊക്കെയുള്ള ഒരു സാധാരണ പൗരനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അതുപോലെ 4 ലക്ഷത്തിലധികം ആൾക്കാർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അതിനെതിരായിട്ട് ഒരു മാർച്ച് നടത്തിയിരുന്നു ന്യൂയോർക്ക് നഗരത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച. അവരുടെ ഒരു പ്രതിനിധി എന്ന പോലെ, അല്ലെങ്കിൽ ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ അവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്ന ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇവിടെ നിൽക്കുന്നത്. Already we said that it is a speech, and he starts that speech just like a formal way. He just addressed all the people who were sitting on that dais. Then he turned and he started to talk about his problems or his topic. He was saying that he was not an expert about that topic, but he is one of the concerned citizen in this world. And he is one of the representative of 4 lakh people who had made a march on that New York street. And he is one of the representative of billions of people who were thinking or who have the concern about the climate change and the climate crisis on this planet. As an actor, I pretend for living. ഞാനൊരു നടനാണ്, അതുകൊണ്ട് തന്നെ ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ അഭിനയിക്കാറുണ്ട്. I play fictitious characters, often solving fictitious problems. അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ സാങ്കല്പികമായിരിക്കും. അങ്ങനെ സാങ്കല്പികമായ ആ കഥാപാത്രങ്ങൾ സാങ്കല്പികമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യും. I believe mankind has looked at climate change in that same way as if it were a fiction. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള മനുഷ്യരാശി നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന പ്രശ്നത്തെ നോക്കിക്കാണുന്നതും ഒരു സാങ്കല്പിക കഥ എന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു സങ്കല്പമായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത്. ഹാപ്പനിങ് ടു സമ്മൺ എൽസ് ഓൺ ദ പ്ലാനറ്റ്. അതുപോലെ തന്നെ മറ്റേതോ ഗ്രഹത്തിലാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം നടക്കുന്നത് എന്നതുപോലെയാണ് അവർ പ്രിറ്റൻഡ് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്. ആസ് ഇഫ് പ്രിറ്റൻഡിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് വാസൻറ്റ് റിയൽ വുഡ് സംഹൗ മേക്ക് ഇറ്റ് ഗോ അവേ. അങ്ങനെ ഇതൊരു കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് വെറും ഒരു അഭിനയം, അതുമല്ലെങ്കിൽ ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള സാങ്കല്പം മാത്രമാണ് എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയില്ല എന്നുകൂടി അദ്ദേഹം രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. The second paragraph, Leonardo DiCaprio was claiming that he is an actor and he is pretending for living. And he was saying that in his movies he is acting in a fictitious characters and he is solving the fictitious problems. But the climate change is a reality. And the people on this earth, they are thinking that the climate change and the crisis are simply a fictitious things. It's not happening here. And they are believing that these things are happening on the other planets. But the reality is far away. And he was saying that they are pretending like it's not happening on earth. It's not a solution for maintaining or stopping or preventing these climate changes and the climate crisis on this earth. But I think we know better than that. സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ നമുക്കതിൻ്റെ ദോഷവശങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. എവറി വീക്ക്, എല്ലാ ആഴ്ചയിലും വി ആർ സീയിങ് ന്യൂ ആൻഡ് അൺഡിനയബിൾ ക്ലൈമറ്റ്സ് ഇവൻറ്റ്സ്. വി ആർ സീയിങ്, നമ്മൾ കാണുന്നുണ്ട് പുതിയ അതുപോലെ തന്നെ നിഷേധിക്കാനാവാത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എവിഡൻസ് ദാറ്റ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഹിയർ നൗ. അതുപോലെ തന്നെ ഇവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് വേഗത കൂടിയിട്ടുണ്ട് എന്നതിൻ്റെ പല തെളിവുകളും നമ്മൾ എല്ലാ ആഴ്ചയിലും കാണുന്നുണ്ട്. വി നോ ദാറ്റ് ഡ്രോട്ട്സ് ആർ ഇൻറ്റൻസിഫൈങ്. വരൾച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ രൂക്ഷവശങ്ങളും നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. അവർ ഓഷ്യൻസ് ആർ വാർമിംഗ് ആൻഡ് അസിഡിഫൈങ്. നമ്മളുടെ സമുദ്രമൊക്കെ ചൂട് പിടിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ ആസിഡിൻ്റെ കണ്ടൻറ്റുകളും കൂടി വരികയാണ്. വിത്ത് മീഥേൻ പ്ലൂംസ് റൈസിങ് അപ്പ് ഫ്രം ബിനീത്ത് ദ ഓഷ്യൻ ഫ്ലോർ. അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് മീഥേൻ പോലുള്ള വാതകങ്ങളൊക്കെ, വിഷവാതകങ്ങളൊക്കെ ഭൂമിയുടെ മേൽത്തട്ടിലേക്ക് പുകപടലങ്ങൾ പോലെ വരുന്നതിനെക്കുറിച്ചും അറിയാം. വി ആർ സീയിങ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പീക്ക് ലെവലാണ്. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചേഴ്സ്. നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ ചൂട് വളരെ കൂടിയിട്ടുണ്ട്. ആൻഡ് ദ വെസ്റ്റ് അന്റാർട്ടിക് ആൻഡ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്സ് മെൽറ്റിംഗ് അറ്റ് അൺപ്രസിഡൻറ്റഡ് റേറ്റ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത അത്രയും വേഗത്തിലാണ് ഗ്രീൻലാൻഡിലും അതുപോലെ തന്നെ അന്റാർട്ടിക്കിലും ഒക്കെയുള്ള ഐസ് പാളികൾ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിക്കേഡ്സ് എഹെഡ് ഓഫ് സയൻറ്റിഫിക് പ്രൊജക്ഷൻസ്. ഇതൊക്കെ നമ്മളുടെ സയൻറ്റിഫിക് പ്രൊജക്ഷൻ, അതുമല്ലെങ്കിൽ ശാസ്ത്രപരമായി ഇതിനു മുൻപേ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. In this paragraph, Leonardo DiCaprio was disclosing some facts in front of this audience. He was saying that everyone knows that the climate changes took place each and every day, and they have lots of evidences in front of it. And Leonardo DiCaprio was claiming that the droughts are intensifying and the oceans are warming up and acidifying, and the methane plumes are coming under from these oceans. And he was saying that the ice sheets from this Greenland and Antarctic are melting in a very fast manner. And these things are already predicted, the science, before 1 decade. Dear students, I hope you guys understood the 3 paragraphs from this lesson. And in the initial part of this video lesson, we discussed about the author and the meaning of the title also. So if you have any doubts, you have to comment or you have to text me for the better clarification.